വായ്പുണ്ണുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. പലപ്പോഴും വായ്പുണ്ണുള്ളവർക്ക് വിട്ടുമാറാത്ത വായ്പുണ്ണിന്റെ പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാകുമ്പോൾ ഇത് വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും അതിനെ തള്ളിക്കളയാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള വായ്പുണ്ണുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിന് നമ്മൾ പോകേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വായ്പുണ്ണുണ്ട്, അതൊരു 2-3 ആഴ്ച എടുത്തിട്ടും ഒരു വായ്പുണ്ണ് തന്നെ കൃത്യമായിട്ട് ഹീലായി പോകുന്നില്ല, പൂർണ്ണമായിട്ട് ഉണങ്ങുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള വായ്പുണ്ണുകൾ നമ്മൾ ബയോപ്സിക്ക് അയച്ച് അത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന വായ്പുണ്ണിന്റെ സെന്റിമീറ്റർ നമ്മൾ അളക്കുമ്പോൾ 1 സെന്റിമീറ്ററിന് മേളിലുള്ള വായ്പുണ്ണുകളും നമുക്ക് നല്ലതല്ല, ചിലപ്പോൾ ക്യാൻസറസ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതും ബയോപ്സിക്ക് അയച്ച് കൺഫേം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഔട്ടർ ലിപ്പിൽ വരുന്ന വായ്പുണ്ണുകൾ. നമ്മുടെ ചുണ്ടിന്റെ അകത്ത് വരുന്ന വായ്പുണ്ണ് മാത്രമല്ല, പുറത്തെ ഭാഗത്ത് വരുന്ന വായ്പുണ്ണുകൾ, അത് ഉള്ളിലെ വരുന്ന വായ്പുണ്ണിനെക്കാട്ടിലും അപകടകാരിയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കും. കാരണം അത് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബയോപ്സിക്ക് അയച്ച് ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വായ്പുണ്ണുകൾ വരുമ്പോൾ നമുക്ക് ഓവർ ആയിട്ടുള്ള പെയിൻ വരിക, സാധാരണ വരുന്നതിനെക്കാട്ടിലും അസഹനീയമായ വേദന, ഒരു പരിധി വിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് വരിക, അത് അല്ലെങ്കിൽ ഒരു വേദന ഒട്ടുമില്ലാത്ത അവസ്ഥ. നല്ല വലിയ വായ്പുണ്ണുണ്ട് പക്ഷെ നമുക്ക് ഒരു വേദന അനുഭവപ്പെടുന്നില്ല. ഈ 2 കേസുകളും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സീരിയസ് കണ്ടീഷൻ ആണോ നോക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വായ്പുണ്ണിനൊപ്പം വിട്ടുമാറാത്ത പനിയും വയറിളക്കവും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും നമ്മളൊരു ഡോക്ടറിനെ പോയി ചികിത്സ തേടുന്നതായിരിക്കും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വായ്പുണ്ണിനൊപ്പം ഏനസിൽ പ്രത്യേകിച്ച് മൂലഭാഗത്ത് ഫിസ്റ്റുലയോ അല്ലെങ്കിൽ ഫിഷറോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിന്റെ ഭാഗമായിട്ടായിരിക്കും, IBD അഥവാ ക്രോൺസ് ഡിസീസിന്റെയോ അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ ഭാഗമായിട്ട് വന്നതാണോ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രോഗങ്ങളാണെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ആ രോഗം കൺട്രോൾ നിർത്താൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത വായ്പുണ്ണ് അനുഭവിക്കുന്നവർ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അതിനൊപ്പം കാണുന്നുണ്ടെങ്കിൽ കൃത്യമായ വൈദ്യ പരിശോധന നടത്തി രോഗനിർണയം നടത്തി വേറെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.